ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിലവിലെ LP UP ലിസ്റ്റിൻ്റെ മെയിൻ ലിസ്റ്റിൽ നിന്നും പോയ നിയമന ശുപാർശയും ഇനിയും എത്ര പേര് ലിസ്റ്റിൽ അവശേഷിക്കുന്നുണ്ടെന്നുമാണ്. ആകെ 5068 പേരായിരുന്നു നിലവിലെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 4339 പേർക്ക് PSC അഡ്വൈസ് അയച്ചിട്ടുണ്ട്. ഇനിയും 729 പേരെ അവശേഷിക്കുന്നുള്ളൂ. ഇപ്പോൾ പറഞ്ഞത് LP ലിസ്റ്റിൻ്റെ കാര്യമാണ്, LPയുടെ മെയിൻ ലിസ്റ്റിൻ്റെ കാര്യം. ഇനി നമുക്ക് ഓരോ ജില്ല തിരിച്ച് നോക്കാം. ഒന്നാമത്തേത് തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയുടെ മെയിൻ ലിസ്റ്റിൽ 388 പേരാണുള്ളത്. അതിൽ 384 പേർക്ക് അഡ്വൈസ് അയച്ചു. ഇനിയും 4 പേർക്ക് കൂടെ അഡ്വൈസ് കിട്ടാനുണ്ട്. അടുത്തത് കൊല്ലം ജില്ലയിൽ 404 പേരാണ് ലിസ്റ്റിലുള്ളത്. ഇതിൽ 400 പേർക്ക് അഡ്വൈസ് അയച്ചിട്ടുണ്ട്. ഇനിയും 4 പേരുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ആകെ 249 പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ. 235 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഇനിയും 14 പേരൂടെ ലിസ്റ്റിലുണ്ട്. അടുത്തത് ആലപ്പുഴ ജില്ലയിൽ മെയിൻ ലിസ്റ്റിൽ 379 പേരായിരുന്നു. ഇതിൽ 271 പേർക്ക് അഡ്വൈസ് അയച്ചു. ഇനിയും 108 പേരൂടുണ്ട്. കോട്ടയം ജില്ലയിൽ ആകെ മെയിൻ ലിസ്റ്റിൽ 249 പേരായിരുന്നു. ഇതിൽ 171 പേർക്ക് അഡ്വൈസ് അയച്ചിട്ടുണ്ട്. ഇനിയും 78 പേരൂടുണ്ട് ലിസ്റ്റിൽ. ഇടുക്കി ജില്ലയിൽ മെയിൻ ലിസ്റ്റിൽ 300 പേരായിരുന്നു. ഇതിൽ 165 പേർക്ക് അഡ്വൈസ് അയച്ചു. ഇനിയും 135 പേരൂടെ ലിസ്റ്റിലുണ്ട്. എറണാകുളം ജില്ലയിൽ ആകെ 400 പേരായിരുന്നു. ഇതിൽ 237 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഇനിയും 163 പേരൂടെ മെയിൻ ലിസ്റ്റിലുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ ആകെ 148 പേരായിരുന്നു ലിസ്റ്റിലുള്ളത്. ഇതിൽ 147 പേർക്ക് അഡ്വൈസ് അയച്ചു. ഇനിയും ഒരാളുകൂടെ ഉള്ളൂ തൃശ്ശൂർ ജില്ലയുടെ മെയിൻ ലിസ്റ്റിലുള്ളത്. ഒരാൾ കൂടെ അഡ്വൈസ് അയച്ചാൽ ആ ലിസ്റ്റ് കംപ്ലീറ്റ് ആകുന്നതാണ്. അടുത്തത് പാലക്കാട് ജില്ലയിൽ 396 പേരായിരുന്നു ആകെ ഉള്ളത് മെയിൻ ലിസ്റ്റിൽ. ഇതിൽ 361 പേർക്ക് അഡ്വൈസ് അയച്ചു. ഇനിയും 35 പേര് കൂടി ഉള്ളൂ. മലപ്പുറം ജില്ലയിൽ 983 പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ. ഇതിൽ 977 പേർക്ക് അഡ്വൈസ് അയച്ചിട്ടുണ്ട്. ഇനിയും 6 പേര് കൂടിയേ മെയിൻ ലിസ്റ്റിലുള്ളൂ. കോഴിക്കോട് ജില്ലയിൽ 295 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. അതിൽ 289 പേർക്ക് അഡ്വൈസ് അയച്ചു. ഇനിയും 6 പേര് കൂടിയേ ലിസ്റ്റിലുള്ളൂ. വയനാട് ജില്ലയിൽ ആകെ 291 പേരാണ് മെയിൻ ലിസ്റ്റിൽ. ഇതിൽ 234 പേർക്ക് അഡ്വൈസ് അയച്ചു. ഇനിയും 57 പേരൂടെ ഉള്ളൂ. കണ്ണൂർ ജില്ലയിൽ ആകെ 292 പേര് മെയിൻ ലിസ്റ്റിൽ. ഇതിൽ 175 പേർക്ക് അഡ്വൈസ് അയച്ചു. ഇനിയും 117 പേരൂടെ മെയിൻ ലിസ്റ്റിലുണ്ട്. കാസർഗോഡ് ജില്ലയിൽ മെയിൻ ലിസ്റ്റിൽ 294 പേരായിരുന്നു. അതിൽ 293 പേർക്ക് അഡ്വൈസ് അയച്ചു. ഇനിയും ഒരാൾ കൂടെ മെയിൻ ലിസ്റ്റിൽ അവശേഷിക്കുന്നുള്ളൂ. അങ്ങനെ ആകെ 4339 അഡ്വൈസ് PSC അയച്ചിട്ടുണ്ട്. ഇനിയും 729 പേരൂടെ മെയിൻ ലിസ്റ്റിലുണ്ട്. ഇത്രയുമാണ് ഇന്ന് വരെയുള്ള LP ലിസ്റ്റിൻ്റെ മെയിൻ ലിസ്റ്റിൻ്റെ നിയമന നില. ഇനി നമുക്ക് UP ലിസ്റ്റിൻ്റെ നിയമന നില നോക്കാം. UP ലിസ്റ്റിൽ ആകെ 3969 പേരായിരുന്നു എല്ലാ ജില്ലയിലെയും ഉള്ളത്. ഇതിൽ 2336 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഇനിയും 1633 പേര് കൂടി മെയിൻ ലിസ്റ്റിലുണ്ട്. മെയിൻ ലിസ്റ്റിന്റെ കാര്യമാണ് പറയുന്നത്. ഇനി ഓരോ ജില്ല വെച്ച് നോക്കാം. ആദ്യം തിരുവനന്തപുരം ജില്ല. മെയിൻ ലിസ്റ്റിൽ 359 പേരായിരുന്നു. അതിൽ 165 പേർക്ക് അഡ്വൈസ് അയച്ചു. ഇനിയും 194 പേരുണ്ട്. കൊല്ലം ജില്ലയിൽ ആകെ 380 പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ. അതിൽ 198 പേർക്ക് അഡ്വൈസ് അയച്ചു. ഇനിയും 182 പേരുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ മെയിൻ ലിസ്റ്റ് 139 പേരെ ഉൾപ്പെടുത്തിയിരുന്നു. അതിൽ 55 പേർക്ക് മാത്രമേ അഡ്വൈസ് അയച്ചിട്ടുള്ളൂ. ഇനിയും 84 പേര് മെയിൻ ലിസ്റ്റിലുണ്ട്. ആലപ്പുഴ ജില്ലയിൽ 180 പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ. അതിൽ 53 പേർക്ക് അഡ്വൈസ് അയച്ചു. ഇനിയും 127 പേരെ മെയിൻ ലിസ്റ്റിലുള്ളൂ. ആലപ്പുഴ ജില്ലയിൽ 53 പേർക്കും പത്തനംതിട്ട ജില്ലയിൽ 55 പേർക്കുമാണ് അഡ്വൈസ് അയച്ചിരിക്കുന്നത്. കോട്ടയം ജില്ലയിൽ മെയിൻ ലിസ്റ്റിൽ 96 പേരായിരുന്നു. ഇതിൽ 34 പേർക്ക് അഡ്വൈസ് അയച്ചു. ഇനിയും 62 പേരൂടെ ഉണ്ട് മെയിൻ ലിസ്റ്റിൽ. അടുത്തത് ഇടുക്കി ജില്ലയിലാണ്.
മെയിൻ ലിസ്റ്റിൽ നിലവിൽ 237 പേരെയായിരുന്നു ഉൾപ്പെടുത്തിയത്. അതിൽ 77 പേർക്ക് അഡ്വൈസ് അയച്ചു. ഇനിയും 160 പേരുണ്ട്. എറണാകുളം ജില്ലയിൽ നിലവിലെ മെയിൻ ലിസ്റ്റിൽ 193 പേരെയായിരുന്നു ഉൾപ്പെടുത്തിയത്. അതിൽ 149 പേർക്ക് അഡ്വൈസ് അയച്ചു. ഇനിയും 44 പേരുടെ മെയിൻ ലിസ്റ്റിലുണ്ട്. തൃശൂർ ജില്ലയിൽ മെയിൻ ലിസ്റ്റിൽ 163 പേരായിരുന്നു ആകെയുള്ളത്. അതിൽ 124 പേർക്ക് അഡ്വൈസ് അയച്ചു. ഇനിയും 39 പേരുടെ മെയിൻ ലിസ്റ്റിലുണ്ട്. പാലക്കാട് ജില്ലയിൽ മെയിൻ ലിസ്റ്റിൽ ആകെ 389 പേരായിരുന്നു. അതിൽ 263 പേർക്ക് അഡ്വൈസ് അയച്ചു. ഇനിയും 126 പേരുടെ ലിസ്റ്റിലുണ്ട്. മലപ്പുറം ജില്ലയിൽ ആകെ 934 പേരെ ഉൾപ്പെടുത്തിയിരുന്നു. അതിൽ 570 പേർക്ക് അഡ്വൈസ് അയച്ചു. ഇനിയും 364 പേരൂടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 188 പേരായിരുന്നു മെയിൻ ലിസ്റ്റിലുള്ളത്. അതിലെ 185 പേർക്കും അഡ്വൈസ് അയച്ചു. ഇനിയും 3 പേരൂടെ മെയിൻ ലിസ്റ്റിലുണ്ട്. വയനാട് ജില്ലയിൽ 288 പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ. അതിൽ 134 പേർക്ക് അഡ്വൈസ് അയച്ചു. ഇനിയും 154 പേരൂടെ മെയിൻ ലിസ്റ്റിലുണ്ട്. അടുത്തത് കണ്ണൂർ ജില്ലയിൽ നിലവിലെ മെയിൻ ലിസ്റ്റിൽ 229 പേരാണ്. അതിൽ 135 പേർക്ക് അഡ്വൈസ് അയച്ചു. ഇനിയും 94 പേരൂടെ. കാസർഗോഡ് ജില്ലയിൽ മെയിൻ ലിസ്റ്റിൽ 194 പേരെയാണ് ഉൾപ്പെടുത്തിയത്. ഈ 94 പേർക്കും അഡ്വൈസ് അയച്ചു. ഇനി ലിസ്റ്റിൽ ഒരാൾ പോലും ഇല്ല. മെയിൻ ലിസ്റ്റ് കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ സപ്ലിമെന്ററി ലിസ്റ്റിനും ഇനി നിലനിൽപ്പില്ല. അതുകൊണ്ട് ലിസ്റ്റ് കംപ്ലീറ്റ് ആയത് കാസർഗോഡ് ജില്ലയാണ്. ഇതുവരെ അങ്ങനെ 2336 പേർക്ക് അഡ്വൈസ് അയച്ചു. ഇനിയും 1633 പേര് മെയിൻ ലിസ്റ്റിലുണ്ട്. ഈ പറഞ്ഞ രണ്ടും LP-യുടെയും UP-യുടെയും മെയിൻ ലിസ്റ്റിന്റെ മാത്രം കാര്യമാണ്. ടോട്ടൽ അഡ്വൈസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പറഞ്ഞത് മെയിൻ ലിസ്റ്റിൽ നിന്ന് പോയ അഡ്വൈസുകളുടെ എണ്ണവും മെയിൻ ലിസ്റ്റിൽ ഇനിയുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണവുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.